ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ ആദ്യമായി നമ്മൾ പ്രഭാതത്തിൽ കേൾക്കാവുന്ന പക്ഷി മൃഗാദികളുടെ സൗണ്ടാണ്. സോ അടുത്തതായി നിത്യഹരിത നായകൻ ഉമ്മർ സാറിന്റെ സൗണ്ടാണ്. ശോഭി വിജയസമോഷ്ടി വികാരജീവി സമോഷ്ടി ശോഭി ഇങ്ങോട്ട് വാ, അടിച്ചു കയറി വാ. അടുത്തതായി NN പിള്ള അവതരിപ്പിച്ച് ഹിറ്റാക്കി മാറ്റിയ അഞ്ഞൂറാൻ, ഗോഡ്ഫാദർ എന്ന മൂവിയിലെ അഞ്ഞൂറാൻ്റെ സൗണ്ട്. എന്റെ ലക്ഷ്മി, ഇവിടിന്റെ മഹാലക്ഷ്മി എന്റെ മടിയിൽ കിടന്നാ മരിച്ചത്. അതും ഞാൻ മറക്കണോ? പറയടോ, പറയാൻ. അടുത്തതായി മധു സാർ. കറുത്തമ്മ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ കറുത്തമ്മയായി നടക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അതവളുടെ ചെടപിടിച്ച മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ എൻ്റെ മനസ്സിലുറപ്പിച്ചു, ഒരു പട്ടിക്ക് വിളവിട്ട് കൊടുക്കൂലെന്ന്. അടുത്തതായി ഗുണ എന്ന മൂവിയിലെ കമലഹാസൻ സാറും ജാനകി മാമും കൂടി അവതരിപ്പിച്ച കോംബോയാണ്. കൺമണை அன்போடு காதலன் நான் எழுதும் கடிதமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது. மனிதன் உயர்ந்து கொள்ள இது மனித காதல் அல்ல, അതെയും താണ്ടി പുനിതമാനത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ ആദ്യമായി അവതരിപ്പിക്കാൻ പോകുന്നത് പട്ടി വരയ്ക്കുന്ന ശബ്ദം. അടുത്തതായി പട്ടിയുടെ കൊച്ച് കുരയ്ക്കുന്ന ശബ്ദം. അടുത്തതായി കുറുക്കൻ കരയുന്ന ശബ്ദം. അടുത്തതായി ട്രെയിൻ പോകുന്ന ശബ്ദം. അടുത്തതായി പശു കരയുന്ന ശബ്ദം. നമസ്കാരം. ഞാൻ ആദ്യമായി കാണിക്കാൻ പോകുന്നത് എലി കരയുന്ന ശബ്ദമാണ്. അടുത്തായി ആട് കരയുന്ന ശബ്ദം. അടുത്തായി സോഡ പൊടിക്കുന്ന ശബ്ദം. സോഡ. അടുത്തതായി കുയിലിന്റെ ശബ്ദം.
അടുത്തത് ട്രെയിനിൻ്റെ ശബ്ദം. ആദ്യമായി ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം. അടുത്തതായി സിനിമാ നടൻ ജനാർദ്ദനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഇതല്ലടാ പോത്തെ, അത് കഴിച്ച തോന്നൽ നല്ല രുചി. അടുത്തതായി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പീറ്റർ ഗ്രിഫിൻ എന്ന് പറഞ്ഞ ഒരു ആനിമേഷൻ ക്യാരക്ടറിൻ്റെ ഒരു മലയാളം വെർഷൻ. അത് ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾ വൈറലായി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. എടാ നീ സൂപ്പറാടാ, എടാ 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 ലൂസ് കുട്ടി, എടാ എടാ ഉണ്ടടാ, എടാ ഉണ്ടാടി ഇവിടെ ഇന്നിരിക്കണ നീ പോടാറുണ്ട്. അടുത്തതായി അവശനായൊരു പട്ടിയുടെ ശബ്ദമാണ്. അടുത്തതായി സിനിമകളൊക്കെ തുടങ്ങും മുമ്പ് മറ്റേ ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറയുന്ന ആളുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പുകവലം നമുക്ക് ദോഷകരമാണ്. ഈ ഡയലോഗ് ഞാൻ പറഞ്ഞു നടത്തി. ഞാനൊരു മിമിക്രി കലാകാരൻ കൂടിയാണ്. ആദ്യം പട്ടിയെ കാണിക്കാം, ബഹു ബഹു, ഇനി പൂച്ച, മ്യാവോ മ്യാവോ. ഇതേപോലുള്ള ടോണുകൾ നിങ്ങളുടെ കോളർ ട്യൂണായി സെറ്റ് ചെയ്യണമെങ്കിൽ 18000000 വീണ്ടും 0 വിളിക്കൂ. അടുത്തതായി പണ്ട് സൂര്യ ടി വിയിലൊക്കെ ഇംഗ്ലീഷ് സിനിമകൾ മലയാള പരിഭാഷയിലേക്ക് വരും. അത് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കണം. അത് അങ്ങോട്ട് പോകരുത്, അവിടെ പൊഴിയുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നു? അത് ഞാൻ അവിടെ പോയപ്പോൾ ഒന്ന് വീണായിരുന്നു. അടുത്തതായി ശ്രീ ലാലു ലക്സ് ചിന്തിക്കുന്ന ഒരു പോർഷനാണ് ശ്രമിക്കുന്നത്. എന്താ ചിരിക്കണേ? ഇനി അടുത്തതായിട്ട് കരിക്കിലൂടെ ഫേമസ് ആയ ബാബു നമ്പൂതിരി എന്ന് പറയുന്ന ആളുടെ ഒരു വോയിസാണ്. ഷാല കവ്വ പമ്പട കണക്കിന് കിഴങ്ങിന പമ്പട കണക്കിന് കറിഞ്ഞ. നന്ദി, നമസ്കാരം. Hello. First of all, thanks for coming. Myself, Guna. Actually, I'm going to imitate some Tamil actors. First voice, did you all watch Onion movie? There. ஐயோ நந்தினி, ஜீன்ஸ் போட்டுக்கிட்டா, குடுமி எடுத்துக்கிட்டா, மைக்கேல் ஜாக்சன் மாதிரி நடந்து வரட்டா. எப்படி நந்தினி எனக்கு உனக்கு பிடிக்கும்? நீங்க எப்படி இருந்தாலும் எனக்கு பிடிக்காது அம்பி. அதான் ஏன்? ஏன்னா நான் வேற ஒருத்தரை விரும்புறேன். பெருமாள் சத்தியமா அந்த 5 குழு நான் பண்ணல, பண்ணதே நான் தான். Next voice. எங்கே போனாலும் நானும் வருவேன், கண்ணாடி பாரு நானும் தெரிவேன். தாயே உயிர் பிரிந்தாயே, எந்த நிழலும் என் உயிர்தானே. ஊரும் பிரிவில்லை கலங்காதே என் கண்ணே, உலகம் விளையாட உன் கண் முன்னே. காலம் கரைத்தோடும் உன் வாழ்வில் கரை சேரும், வேண்டும் நான் உன் பின்னே. Next voice. in மாநாடு விஜய் சூர்யா. தலைவரே தலைவரே தலைவரே, வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்டா செத்தா ரிப்பீட், வந்தா சுட்ட வந்தா மறுபடியும் வருவான். நெக்ஸ்ட் வாய்ஸ். India is more bigger than country.
இந்தியா I have tried one voice, like it will be APJ Abdul Kalam actually. In Surare Potter movie, he will be speaking with Surya. Like, தம்பி மதுரையா, இந்தியா என்பது ஒரு இராணுவத்தின் முதல் ராக்கெட்டாக விளங்குவது. ஹலோ, இந்தியா என்பது ராக்கெட்டின் முதுகெலும்பு ஆகும். எனவே நாம் அனைவரும் போற்ற வேண்டியது இராணுவத்தை மற்றும் ജയ്ഹിന്ദ്. ആദ്യമേ നമുക്ക് കുറച്ച് മൃഗങ്ങളിലേക്ക് പോയിട്ട് മറ്റൊരാളിലേക്ക് എത്താം. പൂച്ച. ഇപ്പോൾ വരുന്ന വഴി കണ്ടതാണ് ഒരു ചെറിയൊരു ഡോഗിന്. അതിനെ നമുക്ക് അനുകരിക്കാം. താങ്ക് യു. അടുത്തതായി നമുക്ക് കുറച്ച് സിനിമാ നടന്മാരിലേക്ക് പോവാം. സത്യം. അമ്മേ, അമ്മേൻ്റെ മോൻ വന്നു അമ്മേ, അമ്മേ. അടുത്തതായി കമലഹാസൻ. டே தம்பி, ஓ அப்பனை கொண்டுட்டாங்க, ஏன் பிள்ளைய நாம சீனாய் மாறலாமா? താങ്ക് യു. അടുത്തതായി ജനാർദ്ദൻ ചേട്ടൻ. എന്തോ ഓടി വാടാ, ഇവിടെ ഒരു കാല് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അടുത്തതായി മധു സാർ. ഇടവേലേതാ, നീ കേളപ്പിൻ്റെ മോളെ കെട്ടണം. അത് ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച പേരാ. നീ അവളെ കെട്ടണം. താങ്ക് യു. അടുത്തതായി എക്കാലത്തെ പോലെ നമ്മളുടെ ഓഫീസിൽ നിന്ന് വരാം. നിങ്ങളവരെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഓഫീസ് കൊട്ടാറ്റ് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ വിളിച്ചതാണ് ഞങ്ങളുടെ ഓഫീസ് കൊട്ടാറ്റ്. എടാ നീ എന്ത് കാട്ടിയ വണ്ടി ഓടിക്കണേ? എന്നെ നീ കൊല്ലോ, നീ എന്നെ കൊല്ലോ. വണ്ടി നിർത്തി. താങ്ക് യു. വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ പ്രസന്റ് ഹിയർ. ഇത് മിമിക്രി ഇല്ല, ഇത് എന്നോட വോയിസ്. ഇനിമേൽ தான் மிமிக்ரி. ஓகே, இப்போது நிறைய டாகோட வாய்ஸ் கேட்டீங்க. ஆனால் இது கொஞ்சம் டிஃப்ரெண்ட்டான டாக். என்னென்னா நம்ம ஆஃபீஸ் கீழே ஒரு டாக் ரொம்ப நாளாக இருக்குது. அந்த டாகை எத்தனை பேர் இங்கே கண்டுட்டுன்னு தெரியல. அந்த டாகை நான் பார்த்தேன், அதோட வாய்ஸ் எடுக்கலான்னு. அது ஒரு குட்டி டாக். அப்புறம் டாங்கி. எல்லாருக்கும் ரஜினிகாந்த் தெரியும்னு நினைக்கிறேன். ரஜினிகாந்த் வீட்டில் நிறைய ரேட்ஸ் இருக்கு. ஸோ ரஜினிகாந்த் என்ன பண்ணுறாருன்னா, அவருக்கு கவர்மெண்ட்டில் இந்த ரேட்டை கொள்றதுக்கெலாம் ஷூட்டிங் ஆர்டர் வாங்கிடுறாரு. ஸோ ஒரு சினாரியோ என்னன்னா, ரேட் சவுண்டும் ரஜினிகாந்த் ஷூட் பண்ணுற சவுண்டும். ஓகே, அப்புறம் நம்ம ஆஃபீஸில் கிளைண்ட் மீட்டிங்க்கு ப்ரிப்பேர் பண்ணல யாருமே. ஸோ அவங்களோட ஹார்ட் பீட் எப்படி இருக்குன்னு
ஃபஸ்ட்டு ஸ்டார்டிங்கில் வந்து 1 டே முன்னாடி அப்புறம் இன்னும் ஒரு 1 hour இருக்கு. அப்புறம் 15 minutes தான் இருக்கு. எல்லாம் நம்ம ஜாயின் பண்ணிட்டோம், ஒன்றுமே நமக்கு தெரியாது. அப்புறம் இது வந்து சாலக்குடியிலேருந்து மதுரைக்கு போகிற ட்ரெயின். எல்லாமே டிஃப்ரெண்ட் தான். ஓகே. வண்டி எண் 1, 2, 3 சாலக்குடியிலிருந்து மதுரை செல்லும் மதுரை அதிவிரைவு வண்டி இன்னும் சற்று நேரத்தில் புறப்படும். அப்புறம் வாட்டர் டிராப் சவுண்ட். നമസ്കാരം. ഇവിടെ ഒരുപാട് പേര് ട്രെയിൻ അവതരിപ്പിച്ചു. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു കാർ അവതരിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് രണ്ട് സിനിമാ നടന്മാരെ അനുകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓൾറെഡി ആൾക്കാർ കാണിച്ചാണ് ജനാർദ്ദനൻ സാറിൻ്റെ ശബ്ദം. ഓ എന്റെ ദൈവമേ, ഈ കുപ്പിപ്പാട്ടേക്ക് ആരെടുത്ത് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്? സുന്ദരേശ, എടാ മാനേജറൻ സുന്ദരേശ, ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റാൻ ഇവിടെ ആരുമില്ലേ? പപ്പിക്കുട്ടി വരുന്ന ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എടുത്തു മാറ്റണോ അതല്ല? ദിലീപിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ദിലീപിൻ്റെ പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. ദിലീപ് കടയിൽ പോകുന്നതായിട്ട് ഒരു സീനാണ്. കൂടെ 2 സുഹൃത്തുക്കളുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ അണ്ണൻ തമ്പി എന്ന സിനിമയിൽ നിന്ന്. താൻ ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ സ്വന്തങ്ങളും സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ദാരുണമായിട്ടുള്ളൊരു, എത്രത്തോളം ശരിയാവും അറിയില്ല, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് കിടക്കാം. എനിക്ക് ആകെ അറിയാവുന്ന ഒരു ശബ്ദമാണ്. ഇച്ചിരി താത്തി പിടിച്ച് കഴിഞ്ഞാൽ, ശ്രുതി താത്തി പിടിച്ച് കഴിഞ്ഞാൽ ആർക്കും എടുക്കാവുന്ന എളുപ്പമുള്ളൊരു ഐറ്റമാണ് നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ സാർ. കളറെന്ന് പറഞ്ഞ മഞ്ഞ, മഞ്ഞടൊരു ഇത് അത് വേറൊരു കളറില്ല. നമ്മുടെ പോലെ എപ്പോഴും മഞ്ഞേരെ പാരി പറഞ്ഞവൻ അത് അതായത്. പിന്നെ നമ്മുടെ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദം, വണ്ടികളിലായിട്ടും അല്ലെങ്കിൽ കടകളിലായിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകതരം ശബ്ദമാണ്. നാളെയാണ് ഇന്നത്തെ കേരള ഭാഗ്യക്കുറി 1ാം സമ്മാനം 40 ലക്ഷം രൂപ. 1ാം സമ്മാനം 40 ലക്ഷം രൂപ. 2ാം സമ്മാനം 20 ലക്ഷം രൂപ 2 പേർക്ക്. 4ാം സമ്മാനമായി 50,000 രൂപ. 5ാം സമ്മാനം 10,000 രൂപ വീതം 10 പേർക്ക്.
ഇനി ബിഗ് ബോസിലൂടെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ശബ്ദം അനുകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് വേറൊരു ശ്രമമാണ്. ഈ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ട്രെയിനിങ്ങിൽ നിലവിലുള്ള ആരെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. ഓക്കെ, എനിക്കിടെ പറ്റില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിലാ പോകണം, എനിക്ക് പറ്റില്ല. ആരും ഓർമ്മ ഒന്നില്ലല്ലോ അല്ലേ? ഒരു ചെറിയ ശബ്ദം കൂടെ ട്രൈ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളൊരു ആളുടെ ശബ്ദമാണ്. മിന്നുന്നതല്ല പൊന്നല്ല, പൊന്നുന്നതല്ല മിന്നുമല്ല. മിന്നുന്നതിൻ്റെയും പൊന്നുന്നതിൻ്റെയും പിറകെ പോയാൽ ഒന്നെങ്കിൽ ജീവിതം മരണം കൊണ്ടുപോകും, അല്ലെങ്കിൽ വാർദ്ധക്യം. അതുകൊണ്ട് ഉള്ള സമയത്ത് ആഘോഷിക്കുക. ശുഭദിനം. താങ്ക് യു.